request Krishnaveni madam to present the topic. Madam, please. Madam. Program with pediatricians actually. I have joined 2 months back. July 31st nanu ഞാൻ ശരിക്കും ട്രിവാൻഡ്രത്ത് join ചെയ്തത്. This is my first experience with Trivandrum because I have never worked so far in Trivandrum. Being a Trivandrum native ആയിട്ട് പോലും എനിക്ക് ഇതുവരെ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കൊല്ലത്താണ് എൻ്റെ കൂടുതൽ വർക്ക് ചെയ്തത്. ഞാൻ കൊല്ലത്താണ്. പിന്നെ പാലക്കാട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഹാപ്പി ടു സീ യു ഓൾ. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് രുക്മിണി മാഡത്തിന്റെ അടുത്ത് വളരെ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ് നമുക്കൊരു സെഷൻസ് ഇങ്ങനെ ആയാലോ എന്തോ എല്ലാവരുമായിട്ട് നമുക്കൊന്ന് മീറ്റ് ചെയ്യാം എന്നൊക്കെ വെച്ചിട്ടാണ്. സോ നൗ ടുഡേ ഐ എം ഗോയിങ് ടു ജസ്റ്റ് ബ്രീഫ് അബൌട്ട് what was it like the Mission Indradhanush program IMI 5.0 and a brief about the VPD surveillance and what actually you all need to support, how to support in this VPD surveillance program. പിന്നെ ഒരു ചെറിയ ബ്രീഫ് ആയിട്ട് ഞാൻ ഹോസ്പിറ്റൽ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ HMIS പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എങ്ങനെയാണ് അതിൽ പാടുന്നത്. ആക്ച്വലി നമ്മുടെ ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്ന പ്രോഗ്രാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എല്ലാ സ്റ്റേറ്റ്സിലെയും എല്ലാ ഡിസ്ട്രിക്ട്സിലും നടന്നു വരികയാണ്. ശരിക്കും 2 റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 3ാം റൗണ്ട് നമ്മൾ October 9 to 14 നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ആൻഡ് വാട്ട് ഈസ് ദ എയിം ഓഫ് ദിസ് മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടന്റ് എയിം എന്ന് പറയുന്ന 2 എണ്ണമാണ്. വൺ ഇസ് ടു ഇംപ്രൂവ് ദ ഇമ്മ്യൂണൈസേഷൻ കവറേജ് ടു അറ്റ്ലീസ്റ്റ് മോർ ദാൻ 95%. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഏതൊരു ഡിസീസ് എലിമിനേഷനും നമുക്ക് വേണ്ട ഒരു വാക്സിനേഷന്റെ കവറേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഐഡിയലി 100% ആയിരിക്കണം. അപ്പൊ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ കവറേജ് അറ്റ്ലീസ്റ്റ് മോർ ദാൻ 95% എങ്കിലും കവറേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഡിസീസ് എലിമിനേഷൻ സാധ്യമാവുള്ളൂ. ആൻഡ് ദ സെക്കൻഡ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഈസ് ദാറ്റ് മിസ്ഡ് ചിൽഡ്രൻ ആൻഡ് പ്രഗ്നന്റ് വിമൻ ഹാസ് ടു ബി ഐഡന്റിഫൈഡ് ആൻഡ് വാക്സിനേറ്റഡ്. നമുക്ക് ഈവൻ കേരളത്തിൽ പോലും നമ്മുടെ NFHS സർവേ 5 നമ്മൾ കണ്ടിരിക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു റൗണ്ട് അബൌട്ട് 80-85% ആണ് നമ്മുടെ ടോട്ടൽ വാക്സിനേഷൻ സ്റ്റാറ്റസ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വി ഡു ഹാവ് എ ലോട്ട് ഓഫ് പാർഷ്യലി വാക്സിനേറ്റഡ്, അൺഇമ്മ്യൂണൈസ്ഡ് വളരെ കുറവാണെങ്കിലും പാർഷ്യലി വാക്സിനേറ്റഡ് ചിൽഡ്രൻ നമുക്ക് വലിയൊരു പോക്കറ്റ് തന്നെ നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങളും അഡ്രസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ മിഷൻ ഇന്ദ്രധനുഷ് ലോഞ്ച് ചെയ്തത്. നെക്സ്റ്റ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ബിക്കോസ് നമ്മളെ MR എലിമിനേഷൻ ആസ് യു ഓൾ നോ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2023 വി വർ പ്ലാനിങ് ഫോർ മീസിൽസ് റുബെല്ല എലിമിനേഷൻ. അപ്പൊ അതും നമ്മുടെ ഒരു കീ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പൊ MR എലിമിനേഷൻ നമുക്ക് ഇപ്പൊ 2023 നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിനും കൂടെ ആ ഒരു ട്രസ്റ്റും കൂടെ മീസിൽസ് റുബെല്ല വാക്സിനേഷനും കൂടെ ഒരു വളരെ ട്രസ്റ്റ് നമ്മൾ ഈ IMI കൊടുക്കുന്നുണ്ട്. ആൻഡ് വാട്ട് വർ ദ കീ ചലഞ്ചസ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു നമ്മുടെ മുന്നിലുള്ള വാക്സിനേഷന്റെ മുന്നിലുള്ള ചലഞ്ചസ് നോക്കിയപ്പോ the first one was the impact of COVID-19 pandemic on routine. The first one was the impact of COVID-19 pandemic on achieve ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിനും കൂടെ ആ ഒരു ട്രസ്റ്റും കൂടെ മീസിൽസ് റുബെല്ല വാക്സിനേഷനും കൂടെ ഒരു വളരെ ട്രസ്റ്റ് നമ്മൾ ഈ IMI കൊടുക്കുന്നുണ്ട്. ആൻഡ് വാട്ട് വർ ദ കീ ചലഞ്ചസ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു നമ്മുടെ മുന്നിലുള്ള വാക്സിനേഷന്റെ മുന്നിലുള്ള ചലഞ്ചസ് നോക്കിയപ്പോ the first one was the impact of COVID-19 pandemic on routine immunization. നമ്മുടെ പല സ്ഥലങ്ങളിലും എനിക്ക് തോന്നുന്നു റുട്ടീൻ ഇമ്മ്യൂണൈസേഷൻ COVID-19 പാൻഡമിക് ആയിരുന്ന സമയത്ത് മാൻ പവറിന്റെ ഷോർട്ടേജ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആക്സസിബിലിറ്റിയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം, കുറെ പ്ലാൻഡ് സെഷൻസ് നമുക്ക് മാറ്റേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് തരത്തിൽ നമ്മുടെ റുട്ടീൻ ഇമ്മ്യൂണൈസേഷന് ഈ കോവിഡ് പാൻഡമിക് നമ്മളെ ബാധിച്ചിട്ടുണ്ട്. ദെൻ സെക്കൻഡ് വൺ ഇസ് ദ ഇൻഇക്വിറ്റീസ് ഇൻ വാക്സിനേഷൻ കവറേജ് ബിക്കോസ് ഓഫ് ദ ഹൈ ഡോസ് ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർഷ്യലി വാക്സിനേറ്റഡ് ചിൽഡ്രന്റെ ഒരു വലിയ കൊഹോർട്ട് ഉണ്ടായിട്ടുള്ളതിന്റെ ഒരു ഇൻഇക്വാറ്റി, വാക്സിനേഷന്റെ ഒരു ഇൻഇക്വിറ്റി കവറേജിൽ. ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മലപ്പുറം ജില്ലയ്ക്ക് ഒരു 55% 60% നമ്മുടെ പല വാക്സിൻസിന്റെയും കവറേജ് നിൽക്കുന്നത്. ആൻഡ് അതിൽ തന്നെ അതുകൊണ്ടാണ് നമ്മുടെ സബ് ഓപ്റ്റിമൽ വാക്സിനേഷൻ കവറേജ് വിച്ച് ഇൻക്ലൂഡ്സ് ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് ആൻഡ് ദ ലോ അപ്ടേക്ക് ഓഫ് ന്യൂവർ വാക്സിൻസ്. നമുക്കറിയാം ഇപ്പൊ നമ്മുടെ UIPയിൽ വി ആർ ആക്ച്വലി കേറ്ററിംഗ് ടു അബൌട്ട് 12 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസസ്. ഏകദേശം 12 VPDസിന് എതിരായിട്ടുള്ള വാക്സിൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഓരോ കുഞ്ഞിനും നമ്മൾ കൊടുക്കുന്ന വാക്സിൻസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദ ന്യൂവർ വാക്സിൻസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ അതിന്റെ ഒരു മൾട്ടിപ്പിൾ വാക്സിനേഷൻസ് എടുക്കുന്ന സമയത്ത് പാരന്റ്സിന് അതിന്റെ ഒരു വിമുഖത കാണിക്കാറുണ്ട്. അപ്പോൾ ന്യൂവർ വാക്സിൻസ് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ലോ അപ്ടേക്ക് കാണുന്നുണ്ട്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് അപ്സർജ് ഇൻ കേസസ് ഓഫ് മീസിൽസ് ആൻഡ് റുബെല്ല. നമുക്ക് മീസിൽസും റുബെല്ലയുടെ കേസസും നോക്കിയാൽ നമുക്ക് എല്ലാ ഡിസ്ട്രിക്ട്സും തന്നെ കേരളത്തിലെ 14 ജില്ലയിൽ നിന്നും ലോട്ട് ഓഫ് മീസിൽസ് ആൻഡ് റുബെല്ല കേസസ് ആർ ബീങ് റിപ്പോർട്ടഡ്. നെക്സ്റ്റ്, പിന്നെ അടുത്ത സ്ലൈഡ്. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സൽ നമ്മുടെ UIPയിലെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ നമ്മൾ ഇപ്പൊ ഫോളോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതാണ്. അപ്പൊ അറ്റ് ബർത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മൾ 0 ഡോസ് ഓഫ് OPV കൊടുക്കുന്നുണ്ട്, BCG ആൻഡ് ഹെപ്പറ്റൈറ്റിസ് B 0 ഡോസ്.
അപ്പൊ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലെല്ലാം എൻഷുർ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ദി 0 ഡോസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി ഷുഡ് ബി ഗിവൺ വിത്തിൻ 24 hours. അപ്പൊ അത് നമ്മൾ എല്ലാ ഹോസ്പിറ്റൽസിലും ഒന്ന് എൻഷുർ ചെയ്യണം. ദെൻ 0 ഡോസ് ഓഫ് OPV ആൻഡ് BCG. BCG നമുക്ക് മാക്സിമം 15 ഡേയ്സിനകത്ത് കൊടുത്താൽ മതിയാവും. പക്ഷെ മറ്റ് രണ്ടും തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി കൊടുക്കേണ്ടതാണ്. ദെൻ 6 വീക്സിൽ നമ്മൾ കൊടുക്കുന്നത് പെന്റാവാലൻ 1, OPV 1, റോട്ടാ വൈറസ്, ഫ്രാക്ഷണൽ IPV ആണ് നമ്മൾ കൊടുക്കുന്നത്, ആൻഡ് ദെൻ PCV 1. അപ്പൊ 1.5 months നമുക്ക് ഇത്രയും വാക്സിൻസ് ആണ് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത്. ആൻഡ് 2.5 months നമുക്ക് IPVയും പെന്റാവാലന്റും ഇല്ല. സോ വിൽ ബി ഗിവിംഗ് OPV സെക്കൻഡ് ഡോസ്, റോട്ടാ വൈറസ് സെക്കൻഡ് ഡോസ് ആൻഡ് പെന്റാവാലൻ സെക്കൻഡ് ഡോസ്. അപ്പൊ നമ്മുടെ IPVയുടെയും പെന്റാവാലന്റിന്റെയും രണ്ട് ഡോസസ് തമ്മിലുള്ള ഡിഫറൻസ് ഷുഡ് ബി 2 months. അതുകൊണ്ടാണ് നമ്മൾ 2.5 months നമുക്ക് ഈ രണ്ട് PCVയും IPVയും നമ്മൾ സെക്കൻഡ് ഡോസിന്റെ കൂടെ കൊടുക്കുന്നില്ല. അഗെയിൻ 3.5 months വിൽ ബി ഗിവിംഗ് OPV 3, റോട്ടാ വൈറസ് 3, ഫ്രാക്ഷണൽ IPV സെക്കൻഡ് ഡോസ് ആൻഡ് പെന്റാവാലൻ തേർഡ് ഡോസ് ആൻഡ് PCV ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ സെക്കൻഡ് ഡോസ് ആണ് 3.5 months കൊടുക്കുന്നത്. ആൻഡ് കമ്മിങ് ടു ദ 9th month വി ആർ ഗിവിംഗ് MR വാക്സിൻ ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നു, ഫ്രാക്ഷണൽ IPV തേർഡ് ഡോസ്, PCV ബൂസ്റ്റർ ഡോസ് ആൻഡ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് നമ്മുടെ കേരളത്തിൽ 2 ജില്ലകളിൽ മാത്രമേ JE കൊടുക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് ഇൻ ട്രിവാൻഡ്രം ആൻഡ് ആലപ്പി. ട്രിവാൻഡ്രത്തിൽ നമ്മൾ ഈ ട്രിവാൻഡ്രത്തും ആലപ്പിയിൽ നമ്മൾ 9 to 12 months കൊടുക്കുന്നില്ല. ബിക്കോസ് നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ള G വാക്സിൻ എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഇസ് എൻ ഇനാക്ടിവേറ്റഡ് വാക്സിൻ ആണ്. അപ്പൊ അത് നമ്മൾ 16 to 24 months ഒറ്റ ഡോസ് ആയിട്ടാണ് കേരളത്തിൽ കൊടുക്കുന്നത്. ആൻഡ് ദാറ്റ് ടു ഇൻ ട്രിവാൻഡ്രം ആൻഡ് ആലപ്പി. അപ്പൊ 9 months നമുക്ക് ഈ JE എന്ന് പറയുന്നതില്ല. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും JE അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഷെഡ്യൂളിൽ കാണിച്ചിരിക്കുന്നത്. Then coming to 16 to 24 months we are giving the MCV measles rubella containing MR2, OPV booster, DPT booster, and ഈ സമയത്താണ് നമ്മൾ ഇവിടുത്തെ JE വാക്സിൻ കൊടുക്കുന്നത്. G വാക്സിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിംഗിൾ ഡോസ് we are giving at 16 to 24 months. Then 5 to 6 years we are giving DPT booster dose. 10 years and 16 years we are giving TD vaccine. And the pregnant also we are giving the TD vaccine. അപ്പൊ ഈ IMIയിൽ നമ്മൾ കവർ ചെയ്യുന്നത് 0 to 5 children ആൻഡ് പ്രഗ്നന്റ് ലേഡീസിനെയാണ് നമ്മൾ IMIയിൽ ടാർഗറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഞാൻ തിരുവനന്തപുരത്തിന്റെ ഒരു ബേസ് ലൈൻ കാണിക്കാൻ വേണ്ടി വെച്ചേ ഉള്ളൂ. ബിക്കോസ് നമ്മുടെ പോപ്പുലേഷൻ 33 lakhs ആണ്. ദ ടോട്ടൽ അണ്ടർ 5 children നമുക്ക് 2,12,351 ആൻഡ് 0 to 2 ഏജ് ഗ്രൂപ്പിൽ 64,586. 2 to 5 years 1,47,765. And the pregnant women നമ്മുടെ ഇതെന്ന് പറയുന്നത് 35,767. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രം നമുക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ട്രിവാൻഡ്രത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതായിട്ട് തോന്നി. ബിക്കോസ് വി ഡു ഹാവ് ഹൈ റിസ്ക് ഏരിയാസ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹൈ റിസ്ക് ഏരിയാസ് ഉണ്ട്. അപ്പൊ നമ്മുടെ കോസ്റ്റൽ, ട്രൈബൽ ബെൽറ്റ് ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ട്രിവാൻഡ്രത്ത് നമ്മുടെ കോസ്റ്റൽ ഏരിയാസിൽ നമ്മൾ ഈ പറയുന്ന സ്ഥലത്തൊക്കെയാണ് നമുക്ക് കോസ്റ്റൽ ഏരിയാസ് ഉള്ളത്. CHC പൂവാറുണ്ട്, പൂന്തുറ, വെൺപകൽ, CHC അഞ്ചുതെങ്ങ്, പുത്തൻതോപ്പ്, വേലി, പെരുമാതുറ, ആൻഡ് ട്രിവാൻഡ്രം കോർപ്പറേഷൻ, വലിയതുറ, ഭീമാപ്പള്ളി. നെക്സ്റ്റ്, ദീസ് ആർ ദ ട്രൈബൽ ഏരിയാസ്. ട്രിവാൻഡ്രത്ത് നമുക്ക് ട്രൈബൽ സെറ്റിൽമെന്റ് കോളനീസും ഒരുപാടുള്ള സ്ഥലങ്ങളാണ്. പാലോട്, ഭരതന്നൂര്, ദെൻ കന്യാകുളങ്ങരയിലെ പനവൂർ, വെള്ളനാട് കുറ്റിച്ചൽ, ദെൻ അമ്പൂരി. നെക്സ്റ്റ്, ഡോക്ടർ ബിനോ, നെക്സ്റ്റ് സ്ലൈഡ്. പിന്നെ മൈഗ്രന്റ് ആൻഡ് സ്ലം ഏരിയാസ്. അപ്പൊ നമ്മൾ IMIയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന ഈ ഹൈ റിസ്ക് ഏരിയാസ് ആണ്. അപ്പൊ ഈ ഹൈ റിസ്ക് ഏരിയാസ് ട്രിവാൻഡ്രം ജില്ലയിൽ നമ്മൾ മാപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ ഏരിയാസ്. ആൻഡ് മൈഗ്രന്റ് നമുക്ക് എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് നമുക്ക് ലാർജ് പോപ്പുലേഷൻ മൈഗ്രൻസ് ഉണ്ട്. അപ്പൊ അതൊരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആണ്. പലപ്പോഴും ഫാമിലിയെ കൊണ്ടുവരത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ഫാമിലി വരും, കുട്ടികളുണ്ടാവും, തിരിച്ച് പിന്നെ അവരെ നാട്ടിൽ കൊണ്ടുപോകും. അങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആണ്. അപ്പൊ നമുക്ക് വെള്ളനാടിന്റെ ഏരിയയിൽ പുത്തൻതോപ്പ്, ദെൻ വർക്കല, ട്രിവാൻഡ്രം കോർപ്പറേഷൻ, ചാക്ക, ചാല ഏരിയാസ്, ദെൻ കളിപ്പാങ്കുളം, വട്ടിയൂർക്കാവ്, കൂടുതൽ മൈഗ്രന്റ് സെറ്റിൽമെന്റ്സ് ഉള്ള സ്ഥലങ്ങളാണ്. നെക്സ്റ്റ്, അപ്പൊ നമ്മൾ റൗണ്ട് 1ഉം റൗണ്ട് 2ഉം ഓൾറെഡി നമ്മൾ നടത്തി കഴിഞ്ഞു. റൗണ്ട് 1 വാസ് ഫ്രം August 7 to 12th. നെക്സ്റ്റ്, അപ്പൊ നമ്മുടെ റൗണ്ട് 1ന്റെ ഒരു കവറേജ് സ്റ്റാറ്റസ് ആണ് കാണിക്കുന്നത്. നമ്മൾ ടോട്ടൽ ടാർഗറ്റ് ചിൽഡ്രൻ നമ്മുടെ 0 to 5 years എന്ന് പറഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് ചെയ്തത് 10,543. ആൻഡ് വി കുഡ് വാക്സിനേറ്റ് അബൌട്ട് 9,753. നമ്മുടെ 93% ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലുള്ള 0 to 5ന്റെ കവറേജ്. പെർസെന്റേജ് വാക്സിനേഷൻ വാസ് 93%. നെക്സ്റ്റ്,
And round 1 നമ്മുടെ pregnant ladies, the targeted was 2,467, out of which we could vaccinate 2,232, and which was 90% coverage. അപ്പൊ ഇതിൽ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന്റെ ഭാഗത്ത് നമുക്ക് ഗൈനക്കോളജിസ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. ബിക്കോസ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മോസ്റ്റ് ഓഫ് ദ ടൈം അവർ കൊടുക്കുന്ന TDAP വാക്സിൻ ആണ്. TDAP ആണ് അവർ കൊടുക്കുന്നത്. അപ്പൊ അവിടെ TDAP നമ്മൾ കൊടുക്കുക, അവർ ഗൈനക്കോളജിസ്റ്റിന്റെ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത് അവർ 5th മന്തിലാണ് ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നത്. ആൻഡ് 36 വീക്സ് കഴിയുമ്പോൾ നിയർ ടു 36 ടേമിന്റെ സമയത്താണ് സെക്കൻഡ് ഡോസ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇതിനകത്ത് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് പ്രഗ്നന്റ് ലേഡീസിൽ നമ്മളൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. പക്ഷെ ഓൾറെഡി ദേ മൈറ്റ് ഹാവ് ബീൻ വാക്സിനേറ്റഡ് വിത്ത് TDAP. നെക്സ്റ്റ്, ഇനി നമ്മുടെ റൗണ്ട് 2 വാസ് ഫ്രം സെപ്റ്റംബർ 11 to 16 ആയിരുന്നു. അപ്പൊ അതിന്റെ കവറേജ് ആണ്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് വാസ് 10,417, and we could vaccinate 9,844, and the percentage was 94%. Next slide. And pregnant ladies, it was 91% coverage ആയിരുന്നു. നെക്സ്റ്റ്, അപ്പൊ റീസൺസ് ഫോർ വാക്സിൻ റിഫ്യൂസൽ. അപ്പൊ നമ്മൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വാക്സിൻ എടുക്കാത്തതെന്ന് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് വൺ വാസ് റിഫ്യൂസൽ, ടോട്ടൽ റിഫ്യൂസൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റീസൺസ് എന്ന് പറയുന്ന വൺ, റിലീജിയസ് റീസൺസ്, ആൻഡ് ദ മദേഴ്സ് ഡോണ്ട് ഫീൽ എംപവേർഡ് ടു ഡിസൈഡ് ഫോർ വാക്സിനേഷൻ. പലപ്പോഴും അമ്മമാർക്ക് വാക്സിൻ കൊടുക്കണമെന്നുണ്ട്, പക്ഷേ ഡിസിഷൻ മേക്കർ പലപ്പോഴും അച്ഛനായിരിക്കും, ഫാദർ ആയിരിക്കും. അപ്പൊ ദേ മേ നോട്ട് ബി വില്ലിംഗ് ടു ഗിവ് ദ വാക്സിനേഷൻ. Then the negative rumor by social media and practitioners from acupuncture, homeopathy, naturopathy. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അതിശയം തോന്നി. ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഇത്രയും നേച്ചുറോപ്പതിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുണ്ടോ എന്നുള്ളത് നമുക്ക് തോന്നിപ്പോയി. അപ്പൊ പലരും അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യുന്നത്. ഹോമിയോപ്പതി ഓൾസോ സർട്ടൻ റീജിയൻസിൽ ഹോമിയോപ്പതിയുടെ ഉണ്ടായിരുന്നു. പിന്നെ അക്യുപങ്ക്ചർ. ഫിയർ ഓഫ് AFI നമുക്ക് ട്രിവാൻഡ്രം ജില്ലയിൽ ശരിക്കും പറഞ്ഞാൽ കുറവായിരുന്നു. AFIയുടെ പേടി കൊണ്ട് അങ്ങനെ മാറി നിൽക്കുന്നതായിട്ട് വലുതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടില്ല. പിന്നെ നമുക്ക് കുറച്ച് പ്രശ്നം വന്ന് സിക്ക് ചിൽഡ്രൻ എന്ന് പറഞ്ഞ് കുറച്ച് ഒരു ലാർജ് ചങ്ക് നമുക്ക് സിക്ക് ചിൽഡ്രൻ. അപ്പൊ നമ്മൾ മെഡിക്കൽ ഓഫീസേഴ്സിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അടുത്ത ട്രെയിനിങ്ങിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയ URI ഫീവർ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ വാക്സിൻ എടുക്കാം. ആൻഡ് ദാറ്റ് ടു ദിസ് ഇസ് 6 days ലാസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഫസ്റ്റ് ഡേ ഒക്കെ ചെറിയ ഫീവർ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ലാസ്റ്റ് ദിവസം അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ തന്നെ റുട്ടീൻ ഇമ്മ്യൂണൈസേഷനിൽ ശരിക്കും പറഞ്ഞാൽ അപ്പൊ സിക്ക് ചിൽഡ്രനെ മൊത്തം നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ എന്താ മാക്സിമം നമുക്ക് കിട്ടാൻ പറ്റാത്തത് എന്ന് പറഞ്ഞാൽ വാക്സിൻ റിഫ്യൂസൽ ഡ്യൂ ടു റിലീജിയസ് റീസൺസ് ഉള്ള ആൾക്കാർ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. നെക്സ്റ്റ്, നമ്മുടെ വാക്സിൻ റിഫ്യൂസൽ ഏരിയാസ് നമ്മൾ ടോട്ടൽ ഒന്ന് ലൈൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വി ഹാവ് ട്രിവാൻഡ്രത്ത് നമുക്കൊരു 185 ചിൽഡ്രൻ ആണ് നമുക്ക് വാക്സിൻ റിഫ്യൂസൽ എന്ന് പറഞ്ഞ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഏരിയാസിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വാക്സിൻ റിഫ്യൂസൽ. പുത്തത്തോപ്പിന്റെ ഏരിയയിൽ ഉണ്ടായിരുന്നു, കേശവപുരം, മണമ്പൂര്, പൂവാർ, പൊഴിയൂർ, പരശുവയ്ക്കൽ, കുളത്തൂര്, വിഴിഞ്ഞം, തിരുവല്ലം, പാങ്ങപ്പാറ മെയിൻ സെന്റർ, കല്ലറ, ഭരതന്നൂർ, വിളവൂർക്കൽ, ബാലരാമപുരം ഒക്കെ കുറച്ച് വാക്സിൻ റിഫ്യൂസൽ ഉള്ള ഏരിയാസ് ആയിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതൊരു ടീം വർക്ക്, ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായ അനുസരിച്ചിട്ട് ഈ തേർഡ് റൗണ്ടിന് മുമ്പായിട്ട് നമ്മൾ വാക്സിൻ റിഫ്യൂസൽ അഡ്രസ് ചെയ്യാനായിട്ട് നമ്മളൊരു ടീമായിട്ട് ഫ്രം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി മെഡിസിൻ PGs 2-3 ദിവസം ശരിക്കും പറഞ്ഞാൽ വന്നു. ഫാക്കൽറ്റി ഫ്രം കമ്മ്യൂണിറ്റി മെഡിസിൻ വന്നു. RCH ഓഫീസർ ഞാൻ നമ്മളൊരു ടീമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 1 ഡേയിൽ ഡോക്ടർ റിയാസിന്റെ നേതൃത്വത്തിൽ പീഡിയാട്രിക്സ് എന്ന SAT ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടർ റിയാസ് ഉണ്ടായിരുന്നു, വേറൊരു മാഡം, ആൻഡ് 2 or 3 PGs. അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. ആൻഡ് ദേ വെന്റ് ടു വിഴിഞ്ഞം. അങ്ങനെയുള്ള ഏരിയാസിൽ നമുക്ക് പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1-to-1 ടോക്ക് നമുക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നി. പല ആൾക്കാരുടെ അടുത്ത് നേരിട്ട് സംസാരിക്കുമ്പോഴാണ് അവരുടെ ഒരു അപ്രിഹെൻഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതും. അല്ല, എനിക്കൊന്ന് പോയ കുട്ടികളിൽ തന്നെ 3-4 പേര് റുട്ടീൻ ഇമ്മ്യൂണൈസേഷനിൽ തന്നെ അവർ വന്ന് വാക്സിനേഷൻ എടുക്കുകയും ചെയ്തു. അപ്പൊ അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഫ്രാങ്ക് റിഫ്യൂസൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ കൂടെ അഡ്രസ് ചെയ്താൽ മാറ്റാൻ പറ്റുമെന്ന് ഒരു തോന്നൽ നമുക്ക് വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, ആൻഡ് ദീസ് ആർ അതർ ഏരിയാസ്: വിതുര, നേമം, പുല്ലുവിള, വെള്ളനാട്, കുറ്റിച്ചൽ, വെള്ളറട, തിരുവനന്തപുരം കോർപ്പറേഷൻ, പ്രത്യേകിച്ച് പൂവത്തൂര്, നെടുമങ്ങാടിനടുത്തുള്ള പൂവത്തൂര് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരിട്ട് പോയതാണ്. അവിടെ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ഒരു 10-15ഓളം വീടുകളിൽ നമുക്ക് റിഫ്യൂസൽ കേസസ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, ഇതാണ് നമ്മുടെ IMA ഒരു ഇത് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ഒരു വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസിന്റെ സർവൈലൻസ് ആണ്. അപ്പൊ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്, ബിക്കോസ് നമ്മുടെ പീഡിയാട്രീഷ്യൻസിന് എല്ലാവരുടെയും ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സർവൈലൻസ് വളരെ മെറ്റിക്കുലസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദീസ് ആർ ദ ഡിസീസസ് വിച്ച് ആർ അണ്ടർ സർവൈലൻസിലുള്ളതാണ്. ആസ് യു നോ, പോളിയോ അല്ലെങ്കിൽ AFT സർവൈലൻസ് ഉണ്ട്, MR സർവൈലൻസ്, ഡിപ്തീരിയ, പെർട്ടോസിസ് ആൻഡ് ന്യൂനേറ്റൽ ടെറ്റനസ്. നെക്സ്റ്റ്,
അപ്പോൾ AFP എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഇസ് എ സഡൻ ഓൺസെറ്റ് ഓഫ് വീക്ക്നെസ് ആൻഡ് ഫ്ലോപ്പിനെസ് ഇൻ എനി പാർട്ട് ഓഫ് ദ ബോഡി ഇൻ എ ചൈൽഡ് ലെസ് ദാൻ 15 years of age, ഓർ പാരാലിസിസ് ഇൻ എ പേഴ്സൺ ഓഫ് എനി ഏജ് ഇൻ ഹൂം ക്ലിനിഷ്യൻ സസ്പെക്ട്സ് പോളിയോ. അപ്പൊ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സസ്പീഷൻ, ഇപ്പൊ ഗില്ലൻ ബാരി ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ് അല്ലെങ്കിൽ ഒരു ട്രോമാറ്റിക് ന്യൂറൈറ്റിസ്, ഇവൻ ഐസൊലേറ്റഡ് ഫേഷ്യൽ പാൽസി, അങ്ങനെ ഏത് കേസ് വേണമെങ്കിലും നമുക്ക് AFP ആണെന്നുള്ള തരത്തിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റൂൾ സാമ്പിൾ അയക്കുക എന്നുള്ളതാണ് നമുക്ക് അതിൽ ചെയ്യാനായിട്ടുള്ളത്. നെക്സ്റ്റ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റൂൾ സ്പെസിമെൻ ആണ് അയക്കേണ്ടത്. വി നീഡ് ടു ഹാവ് 2 സ്റ്റൂൾ സ്പെസിമെൻസ്. 24 hours അപ്പാർട്ട് ആയിട്ടാണ് നമുക്ക് 2 സ്റ്റൂൾ വേണ്ടത്. ആൻഡ് ഐഡിയലി ഫ്ലോപ്പിനെസ് അല്ലെങ്കിൽ വീക്ക്നെസ് വന്നിട്ട് 14 ഡേയ്സിനുള്ളിൽ the 2 stool samples ideally should be taken within 14 days of onset of weakness. Both of adequate quantity. നമ്മളൊരു അഡൽട്ട് തമ്പ് സൈസ് ആണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റൂളിന്റെ ക്വാണ്ടിറ്റി ആയിട്ട് വേണ്ടത്. ആൻഡ് റീച്ചിങ് WHO അക്രഡിറ്റഡ് ലാബ്, നമ്മൾ ബാംഗ്ലൂരിലാണ് ശരിക്കും പറഞ്ഞാൽ സാമ്പിൾ അയക്കുന്നത്. റിവേഴ്സ് കോൾഡ് ചെയിനിൽ തന്നെ നമുക്ക് അത് അയക്കേണ്ടി വരും. ആൻഡ് അപ്പൊ അതിൽ നമുക്ക് AFP ആയാലും ഏതായാലും നമുക്കൊരു കേസ് ഇൻവെസ്റ്റിഗേഷൻ ഫോമും ഫില്ല് ചെയ്യണം, നമ്മുടെ ലാബ് റിക്വസ്റ്റ് ഫോമും നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ മീസിൽസ് റുബെല്ല സർവൈലൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മീസിൽസ് റുബെല്ല സർവൈലൻസ് നമ്മൾ ഫീവർ വിത്ത് മാക്യുലോപാപ്പുലർ റാഷ് വിത്ത് വൺ ഓഫ് ദ 3 C's, കോഫ് കൊറൈസ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ ഏർലിയർ സർവൈലൻസ്. പക്ഷെ നൗ വി ഹാവ് ചേഞ്ച്ഡ് ടു എനി പേഴ്സൺ വിത്ത് ഫീവർ ആൻഡ് മാക്യുലോപാപ്പുലർ റാഷ് or any person in whom a clinician suspects measles or rubella. Next. അപ്പൊ ഇതിന്റെ സ്പെസിമെൻസ് എന്ന് പറയുന്ന സാമ്പിൾ എടുക്കേണ്ടത് 2 തരത്തിലാണ്. വൺ ഇസ് സീറം സ്പെസിമെൻ എടുക്കണം, ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് വൈറോളജി സാമ്പിൾ. അപ്പൊ സീറോളജി IgM ആന്റിബോഡി ഡിറ്റക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫീവറിന്റെ ഓൺസെറ്റ്, ഫീവർ അല്ല റാഷിന്റെ ഓൺസെറ്റിൽ നിന്ന് തുടങ്ങി വിത്തിൻ 28 days ഓഫ് റാഷ് ഓൺസെറ്റിൽ നമ്മൾ സാമ്പിൾ എടുത്തിരിക്കണം. 2 ml ബ്ലഡ് എടുത്തിട്ട് നമ്മൾ സീറം സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അയക്കേണ്ടത്. അഗെയിൻ ദിസ് സാമ്പിളും നമ്മൾ കോൾഡ് ചെയിനിൽ തന്നെയാണ് അയക്കേണ്ടത്. ആൻഡ് ദ ലാബ്സ് നമ്മൾ ചെയ്യേണ്ട ലാബ്, അയക്കേണ്ട ലാബ് നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിലാണ് ഇതിന്റെ ടെസ്റ്റുകൾ ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് സാമ്പിൾ, ഈ സീറം സാമ്പിളിനോടൊപ്പം തന്നെ വി നീഡ് ടു ഹാവ് എ വൈറോളജി സാമ്പിൾ. വൈറസ് ജീനോടൈപ്പ് ചെയ്യാനായിട്ട് വി ഹാവ് ടു ഹാവ് എ വൈറോളജി സാമ്പിൾ. ദാറ്റ് ഷുഡ് ബി ടേക്കൺ വിത്തിൻ 7 days ഓഫ് റാഷ് ഓൺസെറ്റ്. അപ്പോൾ ഒരാഴ്ചക്കകത്തുള്ള ഒരു ഫീവർ വിത്ത് മാക്യുലോപാപ്പുലർ റാഷ് ഒക്കെ കാണുകയാണെങ്കിൽ യു ക്യാൻ ടേക്ക് ബോത്ത് സീറം സാമ്പിൾ ആസ് വെൽ ആസ് ദ വൈറോളജി സാമ്പിൾ. വൈറോളജി സാമ്പിളിന് എടുക്കേണ്ട ത്രോട്ട് സ്വാബ്, നേസോഫെരിഞ്ചൽ സ്വാബ് ഓർ ദ യൂറിൻ അല്ലെങ്കിൽ യൂറിൻ സാമ്പിൾ. യൂറിൻ സാമ്പിളിനേക്കാൾ ഏറ്റവും നല്ലത് ത്രോട്ട് സ്വാബ് അല്ലെങ്കിൽ നേസോഫെരിഞ്ചൽ സ്വാബ് ആണ്. അത് കിട്ടാത്ത സാഹചര്യത്തിൽ വി ക്യാൻ ഹാവ് എ യൂറിൻ സാമ്പിൾ. അഗെയിൻ ദിസ് ഹാസ് ടു ബി ഇത് VTM, നമ്മുടെ വൈറൽ ട്രാൻസ്പോർട്ട് മീഡിയം, കോവിഡിന്റെ ഒക്കെ സെയിം വൈറൽ ട്രാൻസ്പോർട്ട് മീഡിയത്തിലാണ് നമ്മൾ ലാബിലോട്ട്. അഗെയിൻ ഇറ്റ് ഈസ് ഡൺ ഇൻ ദ പബ്ലിക് ഹെൽത്ത്, സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ്. നെക്സ്റ്റ്. അടുത്ത ഡിഫ്തീരിയ ആണ്. എ സസ്പെക്ടഡ് കേസ് ഓഫ് ഡിഫ്തീരിയ ഇസ് ഡിഫൈൻഡ് ആസ് ലാരിഞ്ചൈറ്റിസ് ഓർ ഫെറിഞ്ചൈറ്റിസ് ഓർ ടോൺസിലൈറ്റിസ് വിത്ത് adherent membrane seen in these regions. Next. ഇപ്പൊ ഡിഫ്തീരിയയുടെ ലാബ് ഡയഗ്നോസിസിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് ഇവിടെ സ്വാബ് ആണ്, ത്രോട്ട് സ്വാബ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ സ്വാബ് ടു ബി ടേക്കൺ ഫ്രം ദ പാച്ച് അല്ലെങ്കിൽ മെംബ്രെയിൻ, ആൻഡ് ഇറ്റ് ഷുഡ് ബി ട്രാൻസ്പോർട്ടഡ് ഇൻ എമീസ് ട്രാൻസ്പോർട്ട് മീഡിയ ആണ്. എമീസ് മീഡിയ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും വെച്ചിട്ടില്ല. ദിസ് ഇസ് അവൈലബിൾ വിത്ത് ആസിച്ച് ഓഫീസറുടെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സ്വാബ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എനിക്കൊരു മെയിൽ അയക്കുകയാണെങ്കിൽ നമ്മൾ എമീസ് ട്രാൻസ്പോർട്ട് മീഡിയ നമ്മൾ അവിടെ എത്തിച്ചു തരും. അപ്പൊ ആ മീഡിയത്തിനകത്താണ് സ്വാബ്, ത്രോട്ട് സ്വാബ് എടുക്കേണ്ടത്. എന്നിട്ട് അത് പാക്ക് ചെയ്തിട്ട് 2 to 8 വെച്ചിട്ട് നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ തന്നെയാണ് ഇടേണ്ടത്. സ്വാബ് നമ്മൾ 2 weeks ഉള്ളിൽ തന്നെ ഇത് എടുക്കുന്നതാണ് ഐഡിയൽ. നെക്സ്റ്റ്. Pertussis. Suspected case of pertussis is defined as any person with cough more than 2 weeks with paroxysms of cough അല്ലെങ്കിൽ inspiratory whoop അല്ലെങ്കിൽ post-respiratory vomiting അല്ലെങ്കിൽ apnea in infants less than 1 year of age. Next. Pertussis ആവുമ്പോൾ we have to take a nasopharyngeal swab. Throat swab അല്ല എടുക്കേണ്ടത്. Ideally nasopharyngeal swab. And media എന്ന് പറയുന്നത് റീഗൻ ലോ ട്രാൻസ്പോർട്ട് മീഡിയം ആണ്. അഗെയിൻ 2 to 8 ഡിഗ്രിയിൽ നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിലാണ് ചെയ്യുന്നത്. Serology sample 1 to 2 ml of serum to be collected within 12 weeks of onset of cough. ഇവിടെയും റീഗൻ ലോ ട്രാൻസ്പോർട്ട് മീഡിയം നമ്മൾ അവൈലബിൾ ആക്കുന്ന ആസിച്ച് ഓഫീസർ റിക്വസ്റ്റ് തരുമ്പോൾ നമുക്ക് ആ മീഡിയം കൂടെ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ്. ന്യൂനേറ്റൽ ടെറ്റനസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇല്ല ഇപ്പോ. നെക്സ്റ്റ്. സോ റോൾ ഓഫ് ക്ലിനീഷ്യൻ. ആസ് ക്ലിനീഷ്യൻസ് നിങ്ങളുടെ റോൾ എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി. ആസിച്ച് ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യണം.
Then support in sample collection. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് സാമ്പിൾ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ വെച്ചിരുന്നാൽ മതി. വി വിൽ അറേഞ്ച്. നമ്മൾ ഇവിടുന്ന് തന്നെ DM ഓഫീസിൽ നിന്ന് തന്നെ ആളിനെ വിട്ടിട്ട് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് PH ലാബിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് യു ഹാവ് ടു ഇൻഫോം മീ ആൻഡ് ടേക്കൻ ഏത് സാമ്പിൾ ആണെന്ന് വെച്ചാൽ ആ സാമ്പിൾ അവിടെ എടുത്തിട്ട് നിങ്ങളുടെ ലാബിൽ എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ അറിയിക്കുന്നതനുസരിച്ച് വി വിൽ കം ആൻഡ് കളക്ട് ദ സ്പെസിമെൻസ്. ഇത് നമ്മുടെ മീസിൽസ് റുബെല്ല കേസസ് ഇൻ കേരള നമ്മുടെ January to till July വരെയുള്ളതാണ് ആദ്യത്തെ കാണിച്ചിരിക്കുന്നത്. ഫ്രം 1st January to 31st July ദ ടോട്ടൽ ഔട്ട്ബ്രേക്സ് 14 ജില്ലയിലുമായിട്ട് 15 ഔട്ട്ബ്രേക്കുകളാണ് മീസൽസ് ഔട്ട്ബ്രേക്ക് ആയിട്ട് റിപ്പോർട്ട് ചെയ്തത്. ഔട്ട്ബ്രേക്ക് എന്ന് പറയുമ്പോൾ മോർ ദാൻ 5 or more കേസസ് ഇന്ന് ഒരു ബ്ലോക്കിൽ വിത്തിൻ എ പീരീഡ് ഓഫ് 4 weeks 4 ആഴ്ചയ്ക്കുള്ളിൽ 5 or more than 5 കേസസ് ഇൻ എ ബ്ലോക്ക്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഔട്ട്ബ്രേക്ക്. അല്ലെങ്കിൽ ഒരു മീസിൽസ് ഡെത്ത് can also be included as an outbreak. ഇപ്പൊ 15 ഔട്ട്ബ്രേക്കുകൾ ഉണ്ടായിരുന്നു. അത് 7 ഡിസ്ട്രിക്ട്സിലായിട്ടാണ് കണ്ടത്. തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് ഈ വർഷം നമുക്ക് ഔട്ട്ബ്രേക്ക് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആൻഡ് ട്രിവാൻഡ്രം ജില്ലയിൽ ഹൈ റിസ്ക് ഡിസ്ട്രിക്ട്സ് ആയിട്ട് കേരളത്തിൽ വെച്ചിരിക്കുന്നതിൽ ട്രിവാൻഡ്രം ഈസ് അഗെയിൻ ദെയർ. എറണാകുളം, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ആൻഡ് ട്രിവാൻഡ്രം ആണ് നമ്മുടെ ഹൈ റിസ്ക് ഡിസ്ട്രിക്ട്സ് എന്ന് പറയുന്നത്. ട്രിവാൻഡ്രത്ത് നമ്മൾ ജനുവരി തൊട്ട് ഓഗസ്റ്റ് വരെ വി ഹാഡ് 185 ഫീവർ റാഷ് കേസസ് റിപ്പോർട്ടഡ് and the measles positive ആയിട്ട് 27 cases and rubella positive was 5. റിപ്പോർട്ട് ചെയ്യേണ്ടത് RCH ഓഫീസർ ആണ്. എൻ്റെ മെയിൽ ID ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്. മെയിൽ ID ഐ ബി സെൻഡിങ് ഇൻ ദ. പിന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസർ കമ്മ്യൂണിക്കബിൾ ഡിസീസ് നോക്കുന്ന ഡോക്ടർ ജയശങ്കർ ആണ്. അഗൈൻ വി ഹാവ് ദ WHO SMO as you all know പ്രതാപചന്ദ്രൻ സാറാണ്. ജസ്റ്റ് ഈ VPDയുടെ ഫോമാറ്റ്സ് ഞാൻ ജസ്റ്റ് ഇതിൽ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഐ ബി ഷെയറിംഗ് വിത്ത് ഓൾ ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. എല്ലാവർക്കും ഞാനൊരു മെയിൽ അയക്കുന്നതിന്റെ കൂടെ നമ്മുടെ AFPയുടെ ഫോമാണ്. യു ഹാവ് എല്ലാത്തിനും നമുക്കൊരു കേസ് ഇൻവെസ്റ്റിഗേഷൻ ഫോമും ഉണ്ട്, ഒരു ലാബ് റിക്വസ്റ്റ് ഫോമും കാണും. അപ്പൊ കേസ് ഇൻവെസ്റ്റിഗേഷൻ ഫോം ഡോക്ടേഴ്സ് തന്നെ ഫില്ല് ചെയ്യണം. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതാണ്. പേഷ്യന്റ് ഡീറ്റെയിൽസ് വേണം, ട്രാവൽ ഹിസ്റ്ററി വേണം, വാക്സിനേഷന്റെ സ്റ്റാറ്റസ് വേണം. അപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ നമ്മൾ രണ്ടായിട്ടാണ് വെച്ചിരിക്കുന്നത്. മേജർ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് വിൽ ബി ദ റിപ്പോർട്ടിംഗ് യൂണിറ്റ്സ്. VPDയുടെ കാര്യത്തിൽ റിപ്പോർട്ടിംഗ് യൂണിറ്റ്സ് ആയിട്ട് വെച്ചിരിക്കുന്ന മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻ. സിംഗിൾ മാൻ ക്ലിനിക് അല്ലെങ്കിൽ ചെറിയ ക്ലിനിക്സ് വിൽ ബി ജസ്റ്റ് ഇൻഫോമേഴ്സ്. കേസ് വരുമ്പോൾ ഇൻഫോം ചെയ്താൽ മതി. റിപ്പോർട്ടിംഗ് യൂണിറ്റ്സ് ഐഡിയലി ഓരോ മാസവും നമുക്ക് റിപ്പോർട്ട് അയക്കണം എന്നാണ്. ഏതെങ്കിലും VPDs ഉണ്ടോ, ഇല്ലെങ്കിൽ നിൽ റിപ്പോർട്ട് അയക്കുക. ഇൻഫോമേഴ്സ് ആകുമ്പോൾ ദേ ഹാവ് ടു ജസ്റ്റ് ഒരു പോസിറ്റീവ് വരുമ്പോൾ മാത്രം നമ്മളെ ഇൻഫോം ചെയ്താൽ മതി. ഈ ഫോമാറ്റ്സ് നമുക്ക് കൂടുതലായിട്ട് നോക്കണ്ട. എനിക്ക് ഐ ബി ഷെയറിംഗ് ഇത്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ AFPയുടെ ഫോമാറ്റിനകത്ത് ഈ ഇത് ഫില്ല് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞതുപോലെ. അപ്പൊ മസിൽ ടോണ്, പവർ, റിഫ്ലക്സസ് എല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് നോട്ട് ഡൗൺ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് നമ്മുടെ AFPയുടെ ലാബ് റിക്വസ്റ്റ് ഫോമാണ്. ടൂൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നതിന്റെ സമയം, ഡേറ്റ്, ടൈം ഒക്കെ വെച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഇതെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. മീസിൽസ് റുബെല്ലയുടെ സർവൈലൻസിന്റെ കേസ് ഇൻവെസ്റ്റിഗേഷൻ ഫോമാറ്റ് ആണ്. അഗെയിൻ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആണ്. ചൈൽഡിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഒരുപാട് വേണം. പിന്നെ ഹോസ്പിറ്റലൈസേഷൻ ഡീറ്റെയിൽ, ക്ലിനിക്കൽ ഹിസ്റ്ററി, റാഷിന്റെ ഓൺസെറ്റ് ഓഫ് റാഷിന്റെ ഓൺസെറ്റ് ഡേ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ദെൻ ട്രാവൽ ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഓൺസെറ്റ് നമുക്ക് അറിയാവുന്നത് പോലെ റാഷിന്റെ 4 days ബിഫോർ ഓൺസെറ്റ് ഓഫ് റാഷ് ആൻഡ് 4 days ആഫ്റ്റർ ദ ഓൺസെറ്റ് ഓഫ് റാഷ് ആണ് മോസ്റ്റ് ഇൻഫെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഈ കുട്ടി എവിടെ ആയിരുന്നു എന്നുള്ളത്, ബിക്കോസ് വി ഹാവ് ടു ഡു ദ പബ്ലിക് ഹെൽത്ത് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുമ്പോൾ ഈ കുട്ടി റാഷ് ഓൺസെറ്റിന് 4 days മുമ്പ് എവിടെയായിരുന്നു നോക്കി അവിടെയും കൂടെ നമുക്ക് ആക്റ്റീവ് കേസ് സെർച്ച് ചെയ്യണം. ഒരു മീസിൽസ് റിപ്പോർട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഔട്ട് ബ്രേക്കോ ഒരു കേസോ വന്നാൽ വി ഹാവ് ടു ഡു ദ ആക്റ്റീവ് കേസ് ACS യു ഹാവ് ടു ബി ഡൺ. ഒരു 200 ഹൗസ് ഹോൾഡ്സിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. 200 വീടിന്റെ ഇതിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ആ ഏരിയയിൽ ഔട്ട് ബ്രേക്ക് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അവിടെയുള്ള എല്ലാ 0 to 5 years ഉള്ള ഏജ് ലൈൻ ലിസ്റ്റ് കുട്ടികളെയും നമ്മൾ ലൈൻ ലിസ്റ്റ് ചെയ്യും. അവിടെ പാർഷ്യലി വാക്സിനേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്കുണ്ടെങ്കിൽ ഡ്യൂ വാക്സിനേഷൻസ് കൊടുക്കാനുള്ളവരെല്ലാം എൻലിസ്റ്റ് ചെയ്യും. ആൻഡ് അഗെയിൻ യു ഹാവ് ടു ഗിവ് 2 doses ഓഫ് vitamin A 24 hours അപ്പാർട്ടായിട്ട് 2 dose vitamin A നമ്മൾ കൊടുക്കും. നെക്സ്റ്റ് കേസ് ഇൻവെസ്റ്റിഗേഷൻ ഫോമിന്റെ തന്നെയാണ് MRന്റെ. ഇത് നമ്മുടെ ലാബിലോട്ട് അയക്കുമ്പോൾ നമ്മുടെ ലാബ് റിപ്പോർട്ടിംഗ് ഫോമാറ്റ് ആണ്. നെക്സ്റ്റ് ഇത് ഡിഫ്തീരിയയുടെയും പെർട്ടൂസിസിന്റെയും കേസ് ഇൻവെസ്റ്റിഗേഷൻ ഫോമാണ്. പിന്നെ കഴിഞ്ഞു. അപ്പൊ ഈ ഫോമാറ്റ്സിന്റെ എല്ലാം കഴിഞ്ഞു ശരിക്കും പറഞ്ഞാല്. അപ്പൊ നമ്മുടെ പ്രസന്റേഷൻ ആസച്ച് കഴിഞ്ഞു. ഇനി ഒരു 2 കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വൺ ഈസ് റിഗാർഡിംഗ് ദ MBFHI സർട്ടിഫിക്കേഷൻ.
നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളിപ്പോ BFHI മാറിയിട്ട് മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ് ആണ്. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മുടെ എല്ലാ ഡെലിവറി നടക്കുന്ന അല്ലെങ്കിൽ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസസ് നടക്കുന്ന എല്ലാ ഹോസ്പിറ്റൽസും, വെദർ ഇറ്റ് ഈസ് എ പബ്ലിക് ഹോസ്പിറ്റൽ ഓർ എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ, എല്ലാ ഹോസ്പിറ്റൽസിനെയും നമുക്ക് 2024 ലാസ്റ്റ് ആവുമ്പോഴേക്കും വി നീഡ് ടു അക്രഡിറ്റ് ഓൾ ഹോസ്പിറ്റൽസ്. നമ്മുടെ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിനെയും MCH സർവീസസ് ഉള്ള ഹോസ്പിറ്റൽസിനും നമ്മൾ MBFHI സർട്ടിഫിക്കേഷൻ നേടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ IAPയുടെ സപ്പോർട്ട് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. വി നീഡ് ടു ഹാവ് എ മാസ്റ്റർ ട്രെയിനേഴ്സ്. IAP ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ട്രെയിനിങ്സ് മൊത്തം നമുക്ക് ഇമ്പാർട്ട് ചെയ്ത് തരുന്നത്. അപ്പൊ നമുക്ക് മാസ്റ്റർ ട്രെയിനേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് IAP നമുക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ തന്നെ ഫോം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ഹാവ് ടു ട്രെയിൻ ഓൾ ദ പീഡിയാട്രീഷ്യൻസ്. നമ്മുടെ എല്ലാ ഹോസ്പിറ്റൽസിനെയും പീഡിയാട്രീഷ്യൻസിനെയും സ്റ്റാഫ് നഴ്സിനെയും ഒക്കെ നമുക്ക് ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ സർട്ടിഫിക്കേഷൻ പ്രോസസ്സിലോട്ട് പോകാനായിട്ട് സാധിക്കും. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നമ്മുടെ HMIS എന്ന് പറയുന്ന ഒരു സാധനമാണ്. ആൻഡ് ദാറ്റ് ഇസ് ഹോസ്പിറ്റൽ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പൊ അത് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലെല്ലാം നമ്മൾ 2007-2008 മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. ബിക്കോസ് നമ്മുടെ ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ സർവീസസും, സർവീസ് ഡെലിവറി മൊത്തം നമ്മൾ ആ ഡേറ്റ ക്യാപ്ചർ ചെയ്യുന്നതാണ് ഈ HMIS എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ നമ്മുടെ CHCs അല്ലെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലിന്റെ ഏരിയയിൽ വരുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന്റെ അവിടുത്തെ ഡേറ്റ നിങ്ങൾക്ക് അറിയായിരിക്കും. പലപ്പോഴും മന്ത്ലി ഡേറ്റ നിങ്ങളുടെ അവിടെ നിന്ന് നോഡൽ ഓഫീസർ നമുക്ക് തരുന്നുണ്ട്. എത്ര ഡെലിവറി ഉണ്ടായിരുന്നു, എത്ര C-സെക്ഷൻ ഉണ്ടായിരുന്നു, ലൈവ് ബർത്ത് എത്രയാണ്, എത്ര CS നടന്നിട്ടുണ്ട്, സിസേറിയൻ സെക്ഷൻ റേറ്റ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തരുന്നുണ്ട്. അപ്പൊ ആ ഡേറ്റ എല്ലാം നമ്മുടെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതിന്റെ ഏരിയയിൽ അച്ചീവ്മെന്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ വർഷം തൊട്ട് 2023 തൊട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ദിസ് മോഡിഫൈ ചെയ്തിട്ട് all the private hospitals has to directly enter in the HMIS format. അപ്പൊ ആ ഫോമാറ്റ് ഏകദേശം ഒരു 40ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള എല്ലാ ഹോസ്പിറ്റൽസിനും ഞാൻ HMISന്റെ ഫോർമാറ്റ് ഷെയർ ചെയ്യാം. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബിക്കോസ് നിങ്ങളുടെ ഡേറ്റ ക്യാപ്ചറിങ്, ഓരോ മാസവും നടക്കുന്ന ആക്ടിവിറ്റീസിന്റെ ഡേറ്റ അതിനകത്ത് നമുക്ക് അത് കിട്ടേണ്ടത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളാണ് അപ്ലോഡ് ചെയ്യുന്നത്. വിൽ ബി ഗിവൺ HMISന്റെ ലോഗിൻ ID പാസ്വേഡ് നമ്മൾ തരും. അപ്പൊ അവിടെ ഒരു നോഡൽ ഓഫീസർ, ദയവ് എല്ലാവരും നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു നോഡൽ പേഴ്സൺ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ അതിൽ നമ്മൾ 3 കാര്യങ്ങളാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. RCH ആക്ടിവിറ്റീസ് ഉണ്ട്, അതായത് ആന്റിനേറ്റൽ കെയർ, ആന്റിനേറ്റൽ രജിസ്ട്രേഷൻ. അപ്പൊ നമ്മൾ ഇപ്പോൾ ഗർഭിണികളുടെ രജിസ്ട്രേഷൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഫോമാറ്റിൽ ഈ HMIS ഫോമാറ്റ് വന്നതിന് ശേഷം എവിടെയാണോ ഒരു ഗർഭിണി ആദ്യമായിട്ട് കാണാൻ വരുന്നത് അവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ഏരിയയിൽ JPHന്മാർ സബ് സെന്റർ വൈസ് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരുന്നു. ഇനി അങ്ങനെയല്ല. വിച്ച് ഇസ് ദ ഡെലിവറി പോയിന്റ്, ഏത് ഡെലിവറി പോയിന്റിൽ ഏത് ഗൈനക്കോളജിസ്റ്റ് അടുത്താണ് വരുന്നത് അവിടെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ആയിട്ട് ANC രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. ഡെലിവറി ആയി കഴിഞ്ഞാൽ ഡെലിവറിയുടെ ഔട്ട്കം ചെയ്യേണ്ടി വരും. സിസേറിയൻ ആണെങ്കിൽ അതിന്റെ ചെയ്യേണ്ടി വരും. പിന്നെ ലൈവ് ബർത്ത് ആണെങ്കിൽ ബേബിയുടെ ബർത്ത് വെയിറ്റ് തൊട്ട് കുറെ കാര്യങ്ങൾ, ഇമ്മ്യൂണൈസേഷൻ, പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ബാക്കി പേഷ്യന്റ് സർവീസസ്, IP OP ഡീറ്റെയിൽസ്, പിന്നെ അത് സർജറീസ് ചെയ്യുന്നത് എല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഏപ്രിൽ തൊട്ട് ഓഗസ്റ്റ് വരെയുള്ള 5 മാസം അടിയന്തരമായിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു നോഡൽ പേഴ്സൺ ഐഡന്റിഫൈ ചെയ്തിട്ട് യു ക്യാൻ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ആൻഡ് നമ്മളൊരു സൂം പ്ലാറ്റ്ഫോമിൽ ഈ ആഴ്ച തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ നോഡൽ ഓഫീസേഴ്സിനെയും വെച്ചിട്ട് എങ്ങനെയാണ് HMIS ഡേറ്റ എൻട്രി ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് വിൽ ബി അറേഞ്ചിങ് എ സൂം മീറ്റിംഗ് ഈ മാസം തന്നെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ജസ്റ്റ് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. Then you can ask any queries. Very happy to hear you. I think we all know how hardworking you are. Hope Trivandrum will improve. Because I was actually shocked. I mean, Trivandrum, the vaccination, especially pregnancy, like a better idea. Only after so much effort, you are getting near like for 91%. That is so difficult. ശരിക്കും കേട്ടോ മേഡം, ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ മലപ്പുറത്തിന്റെ ഒരു മിനി ആകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ആശങ്ക തോന്നി. നമുക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ എനിക്ക് അറിഞ്ഞൂടാ മേഡം, ഭയങ്കര ഇത്രയും ആൾക്കാർ അവെയർ ആണ്, ഭയങ്കര ലിറ്ററസി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ട്രിവാൻഡ്രം പോലെയുള്ള സ്ഥലത്ത് ഇങ്ങനെ കാണുമ്പോൾ ജസ്റ്റ് ഐ വാസ് റിയലി ഷോക്ക്ഡ്. നമുക്ക് വി നീഡ് ടു ഡു എന്തെങ്കിലും ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ കുറെ കൂടെ ചെയ്തില്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവുമെന്ന് തന്നെ തോന്നുന്നു. അല്ലെ, ഐ തിങ്ക് you are all doing a great activity because ഇപ്പൊ ഇത് കണ്ടുപിടിക്കാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ. I think that is occurring in most places. എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ മോസ്റ്റ് പോപ്പുലസ് ഏരിയസ് will have its own issues. Like Trivandrum, Ernakulam and all have got issues. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലത്താണ് പ്രശ്നം മേഡം. നമ്മുടെ ഈ ഏറ്റവും ഈ കോളനി പോലെയുള്ള സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഈ
അടുത്തടുത്ത് താമസിക്കുന്നതും ഹൗസിംഗ് കണ്ടീഷൻസ് ഒക്കെ ഭയങ്കര പൂവറാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ പോകുമ്പോൾ നമുക്കാണ് ഒത്തിരി കാര്യങ്ങൾ. എനിക്ക് ഡോക്ടർ റിയാസ് ഒരു ദിവസം പോയതാണ്. അപ്പൊ ഡോക്ടർ റിയാസിനും പറയാനുണ്ടാവും ചിലപ്പോൾ. അവര് ടീമായിട്ട് പോയിരുന്നു. എൻ്റെ നമ്മുടെ ആ മീറ്റിംഗിൽ വന്നപ്പോൾ എനിക്കൊന്ന് ബിന്ദു GS മാഡം ഉണ്ടായിരുന്നു. അവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ കമ്മ്യൂണിറ്റി മെഡിസിൻ പീപ്പിൾ ശരിക്കും ഭയങ്കരമായിട്ട് ആക്ച്വലി വർക്ക് നമ്മുടെ കൂടെ വന്ന് ഗ്രേറ്റ് ജോബ്. ഒരു അപ്പൊ ശരി, കാണാം ഇനി ഇതുപോലെ പ്രസന്റേഷൻസ് ഒക്കെ ഉള്ളപ്പോ കേൾക്കാം. ഞാൻ വായിക്കണ്ടല്ലോ. ഇറ്റ്സ് വെരി ഈസി ടു ഹിയർ ഫ്രം യു. ശരി, താങ്ക് യു. ശങ്കർ സർ, ഇല്ല പ്രശ്നമൊന്നുമില്ല. ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു കൃഷ്ണവേണിയെ. ഹായ് കൃഷ്ണവേണി. കേട്ടോ? ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നപ്പോഴാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ട്രിവാൻഡ്രത്ത് ഇതുവരെ വർക്ക് ചെയ്തില്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു. എല്ലാവരും ഉണ്ടല്ലോ, അപ്പൊ അതൊരു ഭയങ്കര. എനിക്ക് അവിടുന്ന് ഇൻഫന്റത്തിനെ അപ്പൊ ഞാൻ ഡോക്ടർ രാധികയെ കണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ രാധിക എന്റെ അടുത്ത് പറഞ്ഞു എന്തായാലും മന്ത്ലി നമുക്ക് ഇപ്പൊ മാഡം കൂടെ ഉണ്ടല്ലോ, either ശോഭ മാഡം അല്ലെങ്കിൽ രാധിക, ആരെങ്കിലും ഒരാൾ എന്തായാലും ഇൻഫന്റത്ത് ഓഡിറ്റർ വരാന്ന് പറഞ്ഞു. പീഡിയാട്രിക്സ് ഒന്നും പറഞ്ഞില്ല, ഒരാളെ ഞാൻ പറയാം. ബന്ധുജേസിനോട് പറഞ്ഞു. ഇനി പുരുഷോത്തമൻ സാർ, എനി ക്വസ്റ്റ്യൻസ്? ഒന്നുമില്ല നന്നായിരുന്നു ഡോക്ടർ കൃഷ്ണ. എനിക്ക് ചെറിയൊരു ഡൗട്ടുള്ള, നമ്മളിപ്പോ ജീവ് എന്നാ തുടങ്ങിയത് ഇഞ്ചക്ഷൻ? എക്സാക്ട്ലി എനിക്ക് തോന്നുന്നു 1 year കൂടുതലായെന്ന് തോന്നുന്നു സാറേ. ഞാൻ വന്നപ്പോ ഓൾറെഡി ജീവായി എന്ന് പറഞ്ഞു. സിംഗിൾ ഡോസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 1.5 years കൊടുക്കുന്നത്. IM ആണല്ലോ അതല്ലേ? IM ആണ്. 0.5 ml IM ആണ് കൊടുക്കുന്നത് സാറേ. ഞാനത് അറിയില്ല എന്നാ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഒരു കാര്യമുള്ള, നമ്മുടെ ഇപ്പൊ ഈ പ്രോഗ്രാം ഈ സോഫ്റ്റ്വെയർ യുവിൻ എന്ന് പറഞ്ഞ സാധനത്തിലൂടെ തന്നെയാണ് ഇപ്പൊ അത് യുവിൻ ഇപ്രാവശ്യം ചെയ്യുന്നുണ്ടോ? സാറേ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാൻ മറന്നുപോയതാണ്. ഇപ്പൊ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ എല്ലാ റുട്ടീൻ ഇമ്മ്യൂണൈസേഷൻ തൊട്ട് പിന്നെ നമ്മുടെ IMI വരെ നമ്മൾ യുവിനിലാണ് ചെയ്യുന്നത്. അപ്പൊ അത് പത്തനംതിട്ട ജില്ലയിലും ആലപ്പിയിലും നേരത്തെ അവർ 1 year ബാക്ക് യുവിൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ നമ്മൾ ട്രിവാൻഡ്രം ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ IMIക്ക് തൊട്ട് മുമ്പായിട്ടാണ് നമ്മൾ യുവിൻ സ്റ്റാർട്ട് ചെയ്തത്. ജസ്റ്റ് ലൈക്ക് ഒരു കോവിൻ പോർട്ടൽ പോലെയാണ് സാറേ. നമ്മുടെ യുവിൻ പോർട്ടലിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോഗിൻ ID പാസ്വേഡ് വെച്ചിട്ട് നമ്മൾ ഈ സെഷൻസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിടാം. ആൻഡ് ഓൾ ദ ബെനിഫിഷ്യറീസിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൽ ആഡ് ചെയ്തിടാം. അപ്പൊ ഓൺ ദ ഡേ ഓഫ് വാക്സിനേഷന് മുമ്പ് തന്നെ, ഇപ്പൊ ഈവൻ ഒരാഴ്ച 2 ആഴ്ചക്ക് മുമ്പ് തന്നെ നമ്മൾ സെഷൻ എവിടെയാണ് പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ അവിടെ നമുക്കൊരു ഡ്യൂ ലിസ്റ്റ് കാണുമല്ലോ. വി നോ ഏതൊക്കെയാണ് ടാർഗറ്റ് ചിൽഡ്രൻ വരേണ്ടതെന്നുള്ളത്. അപ്പൊ അവരെ വെച്ചിട്ട് നമുക്ക് സെഷൻസും വാക്സിനേറ്റേഴ്സിനെ ബെനിഫിഷ്യറീസിനെ ആഡ് ചെയ്തിടാം. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് സാറേ, വി ക്യാൻ ജനറേറ്റ് നമ്മുടെ കോവിഡ് സർട്ടിഫിക്കറ്റ് പോലെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ദെൻ ആൻഡ് ദെയർ നമുക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ വാക്സിൻ റിഫ്യൂസൽ അഡ്രസ് ചെയ്യാൻ പോയപ്പോൾ നമ്മൾ ഫീൽഡിൽ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതാണ്. അപ്പൊ ദിസ് ഇസ് ഇനി വളരെ സമീപത്ത് തന്നെ നമുക്ക് ഇപ്പൊ അഡ്മിഷന് തന്നെ നമുക്കൊരു സ്കൂൾ അഡ്മിഷന് പോകുമ്പോഴും നമുക്ക് വാക്സിൻ സർട്ടിഫിക്കേഷൻ മാൻഡേറ്ററി ആവാൻ പോവുകയാണ്. അപ്പൊ യു ഹാവ് നിങ്ങൾക്ക് ഇപ്പൊ പലരും പുറത്ത് പോകണം അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പൊ അവർ നമ്മൾ ചോദിക്കുമ്പോൾ ഇമ്മ്യൂണൈസേഷൻ കാർഡില്ല, ഒന്നുമില്ല, ഇതെടുത്തു എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് ആധികാരികമായിട്ടുള്ള ഒരു രേഖയാണ്. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് തരും. അപ്പൊ അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ വളരെ ഇമ്പോർട്ടന്റ്, നമുക്ക് കുറച്ചും കൂടെ പറയാനൊരു കാര്യം കൂടെ ആയി. അപ്പൊ യുവിൻ വളരെ നല്ലതാണ് സാറേ. അപ്പൊ അതുകൊണ്ട് അതിന്റെ നമുക്ക് എല്ലാം ഒരു ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ അത് തന്നെ നമുക്ക് വളരെ നല്ല ഒരു പ്ലാറ്റ്ഫോമാണ്. അത് പേരന്റ് സൈഡിൽ അത് എന്തെങ്കിലും ഇഷ്യൂ അവർക്ക് ബുദ്ധിമുട്ടുള്ളതുണ്ടോ? നമ്മൾക്ക് എനിക്ക് തോന്നുന്നു യുവിനെ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷമുള്ള അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എനിക്ക് തോന്നുന്നു അത് ആ പേരന്റ് സൈഡിൽ നിന്ന് ഹെസിറ്റൻസിയോ അങ്ങനത്തെ എന്തെങ്കിലും അതിന്റെ അതുകൊണ്ട് മാത്രം ഉണ്ടോ? അവർക്ക് ഡിഫിക്കൽട്ടീസ് എന്തെങ്കിലും കൊണ്ട് അതുകൊണ്ട്? ഇത് റിവേഴ്സ് വേ റൗണ്ട് സർ. യുവിൻ ആയതിനു ശേഷം സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന് പറഞ്ഞപ്പോ ഞാനും ഈ ഇന്റർജൻഷന്റെ അവസാനത്തെ റൗണ്ടിന് പോയിരുന്നേ. രുക്മിണിയുടെ പേര് ഞാൻ പറയാൻ മറന്നു പോയതായിരുന്നു. അത് കുഴപ്പമില്ല മാഡം, ഞാൻ പറയായിരുന്നു. അപ്പൊ ഈ യുവിനില് രജിസ്റ്റർ ചെയ്യണം. അമ്മയുടെ മൊബൈൽ നമ്പറിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. എന്നിട്ട് ആ യുവിൻ പോർട്ടലിൽ തന്നെ ഫെസിലിറ്റി ഉണ്ട്. സോ ഇപ്പൊ ഒരു 1.5 year old ചൈൽഡ് ആണ് ഇപ്പൊ വരുന്നെങ്കിൽ അതിന്റെ കഴിഞ്ഞ ഇമ്മ്യൂണൈസേഷൻ മുഴുവനും എൻട്രി ചെയ്യാൻ പറ്റും, ഇനി തൊട്ടുള്ളതും എൻട്രി ചെയ്യാൻ പറ്റും. സോ ദേ ആർ റിയലി ഇംപ്രസ്ഡ് ബൈ ദാറ്റ്. അപ്പൊ അവരുടെയൊക്കെ വിചാരം 5 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഈ കോവിഡിന്റെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ പോലെ ദേ വിൽ ഗെറ്റ് എ സർട്ടിഫിക്കറ്റ്. നല്ല കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. അത് ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് IAP അതൊന്നും എനിക്ക് തോന്നുന്നത് ടേക്കപ്പ് ചെയ്യാൻ. റിയാസ് അല്ല അവിടെ? റിയാസ് പോയോ? എനിക്ക് തോന്നുന്നത് ദറ്റ്സ് എ ഗുഡ് ഐഡിയ. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിലും ഒന്നുകൂടി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ സർട്ടിഫിക്കറ്റ് ആവശ്യം എന്നുള്ള രീതിയിൽ. പിന്നെ ഡോക്ടർ കൃഷ്ണ, എനിക്ക് ചെറിയ സംശയമുള്ളത്, ആ പ്രഗ്നൻസിയിലുള്ള ഒരു കാര്യം പറഞ്ഞല്ലോ, ടിഡാപ്പ് എന്നുള്ള കാര്യം. നമ്മള് ത്രൂ ഔട്ട് കേരള ആസ് ഫാർ ആസ് പോസിബിൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ദോസ് ഹു കാൻ അഫോർഡ് മോർ ആൻഡ് മോർ ഓഫ് ടിഡാപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ട്രിവാൻഡ്രം ഹാസ് ടേക്കൺ അപ്പ് ദാറ്റ്
OBG people has taken up that എന്നുള്ള കാര്യം നല്ല കാര്യമാണ്. Maybe for in the whole 14 district OBG people should take up these vaccines. അപ്പോൾ TDAP കൊടുക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. അപ്പൊ അതിന്റെ ഈ സെക്കൻഡ് ഡോസിനുള്ള കൺഫ്യൂഷൻ അത് അവോയ്ഡ് ചെയ്യേണ്ടതല്ലേ? അതെന്തുകൊണ്ടാണ് സോഫ്റ്റ്വെയറിനകത്ത് അത് മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റില്ലേ? നമുക്ക് ശരിക്കും പറഞ്ഞ UIP സാറേ, നമുക്ക് TDAP ഇല്ലല്ലോ. TDAP കോസ്റ്റ്ലി ആണ്, അതുകൊണ്ട് നമുക്ക് ഇതിന്റെ UIP-യുടെ ഭാഗമാക്കാൻ പറ്റില്ല. അതല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ ഒരു ടെക്നിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ട്, ഓർ ഇത്ര വീക്സ് കഴിഞ്ഞിട്ട് എടുക്കുന്നതാണെങ്കിൽ യു കനോട്ട് ഇൻക്ലൂഡ് ദാറ്റ് ആൻഡ് ദാറ്റ് വോണ്ട് കം ഇൻ ദി കൗണ്ടിങ് എന്ന് പറഞ്ഞല്ലോ. അതെ അതെ, ആ ഒരു സിമ്പിൾ തിങ്, അത് സോഫ്റ്റ്വെയറിനകത്ത് കറക്ഷൻ ചെയ്യാൻ പറ്റുന്നല്ലേ ഉള്ളൂ. അത് നമ്മുടെ UIP-യിൽ ഇല്ലാത്ത ഒരു വാക്സിൻ അവർ ഈ യുവിൻ പോർട്ടലിൽ ആഡ് ചെയ്തില്ല സാറേ. വാട്ട് എവർ വി ഹാവ്, നമ്മുടെ UIP ഷെഡ്യൂൾ പറയുന്ന വാക്സിൻ അതിന്റെ അകത്തുള്ള കാര്യം അത് ചെയ്യണോ ഇല്ലയോ എന്നുള്ള കാര്യമില്ല. അത് ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ദാറ്റ് ഷുഡ് ബി അവരുടെ പറയേണ്ട കാര്യമുണ്ട്. കാരണം ഒരു ദാറ്റ് ഈസ് അണ്ടർ എസ്റ്റിമേറ്റിംഗ് അവർ അച്ചീവ്മെന്റ്സ്. ടെക്നിക്കൽ കാര്യം പറഞ്ഞിട്ട് അതിനെ കുറച്ച് കാണുക, അല്ലെങ്കിൽ നിങ്ങളെ എന്നുള്ള ഒരു ഡിവിഷൻ ഈസ് ടു ബാഡ്. BJP ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി എൻകറേജ് ആൻഡ് അപ്രീസിയേറ്റഡ്, ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. അതിന് പകരമായിട്ട് അവർ ചെയ്തിരുന്ന പ്രോഗ്രാം ഇങ്ങനെയാണ്, ആ ഒരു ഡിവിഷൻ ഇസ് ബാഡ് എന്ന് എനിക്ക് തോന്നുന്നത്. സംസാരിച്ചു നോക്കാം സാറേ. UNDP ആണ് ശരിക്കും പറഞ്ഞാൽ യുവിൻ പോർട്ടൽ ചെയ്യുന്നത്, UNDP ആണ്. വിൽ ടോക്ക് ടു ദം, അവരുമായിട്ട് സംസാരിച്ചു നോക്കാം. എനിക്കൊരു ഡൗട്ട് ഉള്ളത്, ഈ HMIS ഈ മെഡിക്കൽ കോളേജുകളിൽ എന്താണ് സ്റ്റാറ്റസ്? ഞാൻ വർക്ക് ചെയ്യുന്ന കോന്നിയിലാണ്, ഇവിടെ ഞങ്ങൾക്ക് ഈ ഹെൽത്ത് ഒന്നും ആയിട്ടില്ല. ബിക്കോസ് ഹെൽത്ത് സർവീസ് ഇസ് ഡൂയിങ് സോ ഗ്രേറ്റ്. പക്ഷെ മെഡിക്കൽ കോളേജിൽ എന്താണ്, ട്രിവാൻഡ്രത്തൊക്കെ ആയോ? എനിക്കറിയില്ല മാഡം. അതാണ് HMIS ശരിക്കും പറഞ്ഞ HMIS സ്റ്റാർട്ടിങ് ഫ്രം മെഡിക്കൽ കോളേജ് തൊട്ട് താഴെ സബ് സെന്റർ വരെ വരേണ്ടതാണ് മാഡം. അപ്പൊ മെഡിക്കൽ കോളേജിലും SIT-യിലും ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെന്റ് മാഡം. ബിക്കോസ് അറിയാലോ, അവിടത്തേക്ക് ഒരു ലോഡ് എന്ന് പറയുമ്പോൾ എത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അതിന്റെ എല്ലാം കൂടെ വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ആകെ OP IP ഡീറ്റെയിൽസ് മാത്രമാണ് ഇതുവരെ എൻ്റർ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഏപ്രിൽ തൊട്ട് ഓഗസ്റ്റ് വരെ ഈ പുതിയ ഫോർമാറ്റ് വന്നുകൊണ്ട് ശരിക്കും മെഡിക്കൽ കോളേജിന്റെ ഒക്കെ ഒരു ഡേറ്റ ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു more than 543 or 560 or around 600 ഡേറ്റ എലമെന്റ്സ് ഉണ്ട്. അപ്പൊ അതൊരു വലിയ ഹ്യൂജ് ടാസ്ക് ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ PROs വഴി, അപ്പൊ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം അവരൊരു 2 weeks ബാക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനെയൊക്കെ വെച്ചിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്കൊന്ന് പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു മെഡിക്കൽ, അങ്ങനെയൊക്കെ വെച്ചിട്ട് ആ പ്രോസസ്സിലോട്ട് പോയിട്ടുണ്ട് മാഡം. എത്രത്തോളം അവര് ജസ്റ്റ് സ്റ്റാർട്ടഡ്. I know that because e-health എന്ന് പറഞ്ഞ ഒരു 10 years back സ്റ്റാർട്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാത്തൊരു സാധനമാണ്. Bad that when all places including the health service is moving. കുഞ്ഞുമായിട്ട് ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ മാഡം. ഇപ്പൊ ചെറിയ ക്ലിനിക്സിലൊക്കെ ആകുമ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നമുക്കുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഈ കോൾഡ് ചെയിൻ മെയിൻ്റനൻസ് ആണ്. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നമുക്കറിയാലോ, നമ്മുടെ ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് ILR ഡീ ഫ്രീസർ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ 2 to 8 degrees വാക്സിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. ആൻഡ് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് അത് മോണിറ്റർ ചെയ്യുന്നുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ. അപ്പൊ അവിടെയുള്ള ശരിക്കും പറഞ്ഞാൽ പീഡിയാട്രീഷ്യൻസ് ഉണ്ടെങ്കിൽ അവിടെ എല്ലായിടത്തും നമ്മുടെ ഈ റെഫ്രിജറേറ്ററിലാണ് വാക്സിൻ വെച്ചിരിക്കുന്നതെങ്കിൽ അത് ഒരു റെഫ്രിജറേറ്റർ അതിനു വേണ്ടി മാത്രം മാറ്റി വെക്കുകയും വാക്സിൻസ് ഡോറിലോ വേറെ സ്ഥലത്തൊന്നും സൂക്ഷിക്കാതെ ആ തട്ടുകളിൽ തന്നെ വെക്കണം എന്നുള്ള കാര്യവും അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആരെങ്കിലും ഒരാളൊന്ന് ശരിക്കും പറഞ്ഞാൽ ഒരാളിനെ ഇൻട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കോൾഡ് ചെയിൻ മെയിൻ്റനൻസ് വിൽ ബി ഗോയിങ് വെരി വെൽ. ഇപ്പൊ നോൺ പാരാമെഡിക്കൽ സ്റ്റാഫ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കറണ്ട് പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യത്തില്ല, ഇടയ്ക്ക് വീണ്ടും തുറക്കുക അടയ്ക്കുകയൊക്കെ ചെയ്യും. ഹോളിഡേയ്സിൽ ആ ടെമ്പറേച്ചർ മോണിറ്റർ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരും. അപ്പോൾ യു നീഡ് ടു എൻഷുർ ദാറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും വാക്സിൻസ് നല്ല പ്രോപ്പർ സ്റ്റോറേജ് ആണ് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. മാഡം, ട്രിവാൻഡ്രത്ത് SUT-യിലും ഗോകുലത്തിലും നിങ്ങളുടെ ഗവൺമെന്റ് സപ്ലൈ അനുസരിച്ചിട്ടുള്ള ഇമ്മ്യൂണൈസേഷന്റെ സപ്പോർട്ടും ഇവിടെ ഡീ ഫ്രീസറും ILR-ഉം കൊടുത്തിട്ടുണ്ടോ? എങ്ങനെയുള്ളത് അവിടെ? പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ എനിക്ക് ILR ഡീ ഫ്രീസർ ഉണ്ടോ? ഞാൻ എല്ലായിടത്തും ഒന്നും പോയില്ല സാറേ, എനിക്ക് അറിയില്ല. അതൊന്നും നോക്കാം മാഡം. എന്താന്ന് വെച്ചാല് ഞങ്ങളിപ്പോ ഞാൻ മലപ്പുറത്താണ്. ഞാനിപ്പോ ഇതിന്റെ പാർട്ടായിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്യാറുണ്ട്, ക്ലാസ് എടുക്കാനും പോകാറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യാറുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ കാര്യപ്പോ. അപ്പൊ ഇവിടെ MES-ല് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു തൃശ്ശൂര് അമലയിലും ഒക്കെയും ഇറ്റ്സ് എ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ പോലെയാണ്. അവര് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഡീ ഫ്രീസറും ILR-ഉം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മളെ MES ആണെങ്കിൽ അതിനുള്ള 2 റൂംസ്, അതിനുള്ള ഒരു സ്റ്റാഫ്, ദേ ആർ പേയിങ്. ആൻഡ് ഓൺലി തിങ് വാക്സിൻ ആൻഡ് ദി സിറിഞ്ചസ്
ഇപ്പൊ ഈവൻ സിറിഞ്ചസ് കിട്ടുന്നില്ലെങ്കിൽ പോലും ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പൊ ഇവിടെ കുറച്ച് നാളമായിട്ട് ഇതിന്റെ പാർട്ടായിട്ട് വളരെ നല്ല സർവീസാണ് വരുന്നത്. പിന്നെ ഞാൻ ഇവിടുത്തെ ആയതുകൊണ്ട് പറഞ്ഞ മാതിരി ബാക്കിയുള്ള ആക്ടിവിറ്റീസിനൊക്കെ പോവുകയും ചെയ്യും. അതുമാതിരി തന്നെ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നല്ല മെഡിക്കൽ കോളേജ് അവിടെ SUT ആണെങ്കിലും ഗോകുലാണെങ്കിലും ലളിതമേടാണെങ്കിലും അവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നത് ദാറ്റ് വിൽ ബി നല്ലൊരു ഇതായിരിക്കും മെഡിക്കൽ കോളേജിന്റെ സർവീസ് ബോത്ത് വൈസ്. ഇപ്പൊ റിയാസും ഇവര് പോയിട്ട് ആ 1-to-1 കാര്യത്തിന്റെ അകത്ത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും എന്നല്ല. ഞങ്ങൾക്ക് ഇവിടെ മലപ്പുറത്ത് ഓൾമോസ്റ്റ് 40,000 ആയിരുന്നു ടാർഗറ്റ്. ഈ ഓഗസ്റ്റ് ഫസ്റ്റിന്റെ അകത്ത് 40,000 ടാർഗറ്റിൽ എന്റെ ഈ പറഞ്ഞ ഫസ്റ്റ് ഇതിന്റെ അകത്ത് അച്ചീവ്മെന്റ് വാസ് നോട്ട് ദാറ്റ് ഗുഡ്. ലാസ്റ്റ് മന്തിലത്തെ വി ഹാവ് മൂവ്ഡ് മച്ച് അഹെഡ്. നല്ല അച്ചീവ്മെന്റ് ആയി. ഇവിടെ ഡോക്ടർ ഫാമിലിയാണ്, ഷുബിനൊക്കെയാണ്, എല്ലാവരും കൂടിയായിട്ട് നല്ല ടീം വർക്ക് ആയിരുന്നു. ഇവിടെ എല്ലാ കാര്യത്തിന്റെ അകത്ത് ഞാനും പോവാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഫ്രോം ദ മെഡിക്കൽ കോളേജസ് ഇൻക്ലൂഡിംഗ് ദ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ അവിടെ SIT മാത്രം കൗണ്ട് ചെയ്യേണ്ട. SIT ഡെഫിനറ്റ്ലി അതിന്റെ ഒപ്പം ഉണ്ടാവും. പക്ഷെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അവിടെ സാധനങ്ങൾ കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ. ഗവൺമെന്റിന്റെ മാത്രമായിട്ടാവാൻ പാടില്ല. ഹിയർ ആഫ്റ്റർ ഓൾ ദീസ് തിങ്സ് വിൽ ബി പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻസ്. അതുകൊണ്ട് മാത്രമേ അത് സക്സസ്ഫുൾ ആവുള്ളൂ. അവര് വേറെ ഇവര് വേറെ എന്ന് പറഞ്ഞാൽ എല്ലാം ഫെയിലിയർ ആവുള്ളൂ. അത് നന്നായിരുന്നു. വാക്സിൻസ് നമുക്ക് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല സാറേ. പക്ഷെ ഞാൻ വാക്സിൻ ഓഫ് കോഴ്സ് ILR-ഉം ഡീഫ്രീസറും കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഇടക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ അത് വന്നിട്ട് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് നടക്കും. So let us wind up, Dr. Bennu, if there is no further questions. Hello, Madam Krishnaveni, Madam. നിർത്താം madam. Anything more to add? No. No, nothing. Thank you very much, Dr. Bennu. Vote of thanks. Okay. So, Madam, it was a wonderful presentation by our beloved V Krishnaveni. Madam is an RCH officer, Assistant Director of Health Services Trivandrum, and Madam's presentation was very crisp, and Madam actually had highlighted upon all the important aspects of what vaccinations has to be given, and what are the various forms that has to be filled, and about polio surveillance, and various aspects of vaccine storage, and everything was presented in a very crisp and very lucid manner. Thank you very much, Madam. And there were valuable inputs from Purushothaman sir, Shankar sir, and Geeta ma'am. Thank you all. And last but not the least, I thank all the audience for the patient listening and for their valuable suggestions. Thank you, Madam. Thank you, Madam. Thank you all. Good night. Thank you. Thank you. Thank you, Madam. So we'll wind up.